അസ്സലാമു അലൈക്കും. പ്രിയമുള്ള കുട്ടികളെ, അഖ്ലാഖിലെ ഒന്നാം പാഠത്തിൻ്റെ ആവർത്തന പഠനം കഴിഞ്ഞു. ഇന്ന് നമ്മൾ രണ്ടാം പാഠവും മൂന്നാം പാഠവും ആവർത്തന പഠനം നടത്തുകയാണ്. ആദ്യം നമ്മൾ രണ്ടാം പാഠം വായിക്കാം. എല്ലാവരും കിതാബ് എടുക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠം 2, കള്ളം പറയൽ. വസ്തുതക്കു നിരക്കാത്തത് പറയലാണ് കള്ളം പറയൽ. എന്താ കള്ളം പറയൽ? വസ്തുതക്കു നിരക്കാത്തത് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഉള്ളതിന് നിരക്കാത്തത്, യഥാർത്ഥത്തിൽ ഉള്ളത് അല്ലാത്തത് പറയലാണ് കള്ളം പറയൽ. വളരെ മോശം സ്വഭാവമാണത്, വളരെ മോശം സ്വഭാവമാണത്. നരകത്തിൻ്റെ അടിത്തട്ടിൽ കഴിയേണ്ടി വരുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നവരാണ് മുനാഫിഖുകൾ. നരകത്തിൻ്റെ അടിത്തട്ടിൽ കഴിയേണ്ടി വരുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നവരാണ് മുനാഫിഖുകൾ എന്ന് പറഞ്ഞ വിഭാഗം ആളുകൾ. മുനാഫിഖുകൾ എന്ന വിഭാഗം ആളുകൾ വിശ്വാസികളൊന്നു കപടമായി നടിക്കുന്ന, ഞാനാണ് മുനാഫിഖുകൾ എന്നാണ് പറയുന്നത്. വിശ്വാസികളൊന്നു കപടമായി നടിക്കുന്ന അവിശ്വാസികളാണവർ. എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിൽ വിശ്വാസമൊന്നുമില്ല, അവിശ്വാസികളാണ്. പക്ഷെ പുറത്തേക്ക് വിശ്വാസിയാണ്, മുസ്ലിമാണ്, മുഅ്മിനാണെന്നൊക്കെ പറഞ്ഞ് നടക്കും. യഥാർത്ഥത്തിൽ അവർക്ക് അള്ളാഹുവിലും അതിൻ്റെ റസൂലിലൊന്നും വിശ്വാസമില്ല. അങ്ങനെയുള്ള ആളുകളാണ് മുനാഫിഖുകൾ. ഇവരുടെ അടയാളങ്ങളിലൊന്നാണ് കള്ളം പറയൽ. ഇവരുടെ അടയാളങ്ങളിൽ ഒന്നാണ് കള്ളം പറയൽ. നമ്മിൽ നിന്ന് ഇതുണ്ടാവരുത്, നമ്മിൽ നിന്ന് ഇതുണ്ടാവാൻ പാടില്ല. സത്യവിശ്വാസി കള്ളം പറയുമോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. സത്യവിശ്വാസി കള്ളം പറയുമോ നബി എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി. സത്യവിശ്വാസി ഒരിക്കലും, യഥാർത്ഥത്തിലുള്ള വിശ്വാസി ഒരിക്കലും കള്ളം പറയുകയില്ല. തമാശയായി പോലും കള്ളം പറഞ്ഞുകൂടാ. തമാശക്ക് പോലും നമ്മൾ കള്ളം പറയരുത്, കളവ് പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആളുകളെ ചിരിപ്പിക്കാനായി തമാശകൾ പറയുകയും അതിൽ കളവ് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നവനാണു നാശം, അവനാണു നാശം, അവനാണു നാശം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ആളുകളെ ചിരിപ്പിക്കാനായി തമാശ പറയുകയും അതിൽ കള്ളങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. തമാശ ശരിക്കും ഫലിക്കാൻ വേണ്ടി, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കള്ളങ്ങൾ കൂട്ടും. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കാണ് നാശം, അവനാണു നാശം, അവനാണു നാശം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 തവണ പറഞ്ഞു. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഈ നാശത്തിനു നാം ഒരിക്കലും ഇരയായിക്കൂടാ. ഈ നാശത്തിന് നമ്മൾ ഒരിക്കലും ഇരയായിക്കൂടാ. അത്തരം നാശം നമുക്ക് ലഭിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കളവ് പറയരുത്. തമാശക്ക് പോലും നമ്മൾ കളവ് പറയരുത്. നമ്മൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ഇത് ശീലിക്കണം, കളവ് പറയാതെ ശീലിക്കണം. ചിലപ്പോൾ നമ്മൾ കുട്ടികളോടൊക്കെ ഉസ്താദ് വരുന്നുണ്ട് ഓടിക്കോ പറഞ്ഞ് നമ്മൾ കളവ് പറയും. തമാശക്ക് വേണ്ടി, അവരെ പേടിപ്പിക്കാനൊക്കെ വേണ്ടി നമ്മൾ കളവ് പറയും. അങ്ങനെ പറയുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അത് തമാശക്ക് പോലും അങ്ങനെ പറയാൻ പാടില്ല. അതിന് ചെറുപ്പം മുതൽ തന്നെ സത്യം പറഞ്ഞു ശീലിക്കണം. അതാ പറയുന്നത്, ചെറുപ്പം മുതലേ നമ്മൾ സത്യം പറഞ്ഞു ശീലിക്കണം. തമാശക്ക് വേണ്ടി പോലും നമ്മൾ കളവ് പറഞ്ഞ് ശീലിക്കാൻ പാടില്ല. വസ്ത്രം ധരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ലെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? വസ്ത്രം ധരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ലെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞിട്ടുണ്ട്. ഡ്രസ്സ് ധരിക്കാൻ തുടങ്ങിയ കാലം മുതൽ എന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ തന്നെ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന മഹാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് ഈ പാഠമുള്ളത്. ഇനി അതിൻ്റെ വർക്കുകൾ നമുക്ക് നോക്കാം. ഉത്തരം എഴുതാം. കള്ളം പറയൽ എന്നാൽ എന്ത്? കള്ളം പറയൽ എന്നാൽ എന്ത്? അതിന് ഉത്തരം എന്താ? ആദ്യത്തെ വരി നോക്കൂ. പാഠത്തിലെ
വസ്തുതക്കു നിരക്കാത്തത് പറയലാണ് കള്ളം പറയൽ. വസ്തുതക്കു നിരക്കാത്തത് പറയലാണ് കള്ളം പറയൽ. ഇതാണ് അതിൻ്റെ ഉത്തരം. 2, ആരുടെ അടയാളമാണ് കള്ളം പറയൽ? ആരുടെ അടയാളമാണ് കള്ളം പറയൽ? അതിനുത്തരം മുനാഫിക്കുകളുടെ അടയാളമാണ് കള്ളം പറയൽ. എന്താ ഉത്തരം? മുനാഫിക്കുകളുടെ അടയാളമാണ് കള്ളം പറയൽ. 3, ഇല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത് എപ്പോൾ? നബി എപ്പോഴാണ് ഇല്ലെന്ന് മറുപടി പറഞ്ഞത്? അതിനുത്തരം സത്യവിശ്വാസി കള്ളം പറയുമോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. അതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. സത്യവിശ്വാസി കള്ളം പറയുമോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. 4, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? അതാണ് ആ പാഠത്തിലെ ഏറ്റവും അവസാനം പറഞ്ഞത്. വസ്ത്രം ധരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ലെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? വസ്ത്രം ധരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ലെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതാണ് എഴുതേണ്ടത്. ഇത്രയുമാണ് ചോദ്യങ്ങളുള്ളത്. ഇനി ഓർക്കാം എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്. 1, നരകത്തിൻ്റെ അടിത്തട്ടിലാണ് മുനാഫിഖിൻ്റെ സ്ഥാനം. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ കപട വിശ്വാസികൾ അല്ലേ? ഉള്ളിൽ വിശ്വാസമില്ല, അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചൊന്നും വിശ്വാസമില്ല, പക്ഷേ പുറത്തേക്ക് വിശ്വാസികളായി നടക്കും, അഭിനയിക്കും. അങ്ങനെയുള്ള ആളുകളാണ് മുനാഫിക്കുകൾ. അത്തരം ആളുകളുടെ സ്ഥാനം നരകത്തിൻ്റെ അടിത്തട്ടിലാണ്. പിന്നെയോ തമാശയായി പോലും കളവ് പറയരുത്. ഒരിക്കലും തമാശക്ക് പോലും നമ്മൾ കളവ് പറയാൻ പാടില്ല. തമാശക്ക് പറഞ്ഞതല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തമാശക്ക് പോലും നമ്മൾ കളവ് പറയാൻ പാടില്ല. 3, ചെറുപ്പം മുതൽ സത്യം പറഞ്ഞു ശീലിക്കണം. ചെറുപ്പം മുതലേ സത്യം പറഞ്ഞു ശീലിക്കണം. നമ്മളെല്ലാ കുട്ടികളും ഉമ്മമാരോടായാലും ഉസ്താദുമാരോടായാലും കൂട്ടുകാരോടായാലും ആരോടായാലും സത്യം മാത്രമേ പറയാവൂ. ചിലപ്പോൾ സത്യം പറഞ്ഞതിന് പേരിൽ ശിക്ഷ ലഭിക്കും അല്ലേ? നമ്മൾ വേണ്ടാത്തൊരു കാര്യം ചെയ്തു. നമ്മുടെ വീടിൻ്റെ ജനൽ നമ്മൾ എറിഞ്ഞപ്പോൾ പൊട്ടി. അപ്പോൾ നമ്മുടെ ഉമ്മ വന്ന് ചോദിക്കുകയാണ്, ആരാണിത് പൊട്ടിച്ചത്? നമ്മൾ നമ്മുടെ പേര് പറയാതെ മറ്റൊരാളുടെ പേര് പറഞ്ഞാൽ കളവാണത് അല്ലേ? സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ഉമ്മയുടെ കയ്യിൽ നിന്ന് അടിയോ മറ്റെന്തെങ്കിലും ശിക്ഷയോ വഴക്കോ കിട്ടിയെന്നിരിക്കാം. പക്ഷേ നമ്മളവിടെ സത്യം മാത്രമാണ് പറയേണ്ടത്. അല്ലെങ്കിൽ അള്ളാഹു നരകത്തിൽ ഇട്ട് നമ്മെ ശിക്ഷിക്കും അല്ലേ ആഖിറത്തിൽ. അതുകൊണ്ട് നമ്മൾ ചെറുപ്പം മുതലേ സത്യം പറഞ്ഞു മാത്രം ശീലിക്കണം. അല്ലെങ്കിൽ മുതിർന്നവരായാലും നമ്മൾ കള്ളം പറയും, നരകത്തിൽ കടക്കുന്ന ആളുകളായി മാറും. അതുകൊണ്ട് തൽക്കാലം ഉമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വഴക്കോ ശിക്ഷയോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ കേട്ടോ. അതാണ് പറയുന്നത്, ചെറുപ്പം മുതൽ സത്യം പറഞ്ഞു ശീലിക്കണം. ശരി, ഇത്രയുമാണ് ഈ പാഠമുള്ളത്. ഇതെല്ലാവരും വായിക്കുകയും ആവർത്തിച്ച് വായിച്ച് പഠിക്കുകയും വേണം കേട്ടോ. ഈ വർക്കുകളൊക്കെ വീണ്ടും വീണ്ടും ചെയ്ത് അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ ഹൃദ്യസ്ഥമാക്കുകയും വേണം കേട്ടോ. ശരി, അടുത്ത പാഠം നോക്കൂ. പാഠം 3 ഗീബത്ത്. പാഠം 3 ഗീബത്ത്, പരദൂഷണം. മഹാപാപമാണ് ഗീബത്ത്. മഹാപാപമാണ്, വലിയ തെറ്റായ കാര്യമാണ് ഗീബത്ത്. വലിയ ശിക്ഷകൾ കിട്ടുന്ന കാര്യമാണ് ഗീബത്ത്. സത്യവിശ്വാസികളെക്കുറിച്ച് അവരിഷ്ടപ്പെടാത്തത് പറയലാണ് ഗീബത്ത്. സത്യവിശ്വാസികളെക്കുറിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉള്ളതാണെങ്കിൽ പോലും അത് പറയലാണ് ഗീബത്ത്. അതാ പറയുന്നത്, ഉള്ളത് പറയുന്നതും ഗീബത്ത് തന്നെ. ഉള്ളത് പറയുന്നതും ഗീബത്ത് തന്നെ. നമ്മൾ പറയും, എന്താ കുഴപ്പം, ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്, ഞാൻ ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷേ ഗീബത്ത് തന്നെയാണ്. അതാണ് പറയുന്നത്, ഉള്ളത് പറയുന്നതും ഗീബത്ത് തന്നെ. സത്യവിശ്വാസിക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അവനെക്കുറിച്ച് പറയുന്നത് ഉള്ളതാണെങ്കിൽ പോലും ഗീബത്ത് തന്നെയാണ്. ഒരു മുസ്ലിം സഹോദരനെ
ഗീബത്ത് പറയൽ മരിച്ച ശേഷം അയാളുടെ ശവം തിന്നുന്നതിന് തുല്യമാണെന്നാണ് അള്ളാഹു പറയുന്നത്. ഒരു സത്യവിശ്വാസിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയൽ എന്ന് വെച്ചാൽ അവൻ്റെ ഗീബത്ത് പറയൽ മരിച്ച ശേഷം അവൻ്റെ ശവം തിന്നുന്നതിന് തുല്യമാണെന്നാണ് അള്ളാഹു പറയുന്നത്. അതിൻ്റെ പരലോക ശിക്ഷയും ഇതുപോലെ ഗൗരവമുള്ളതാണ്. അതിൻ്റെ പരലോക ശിക്ഷയും തന്നെ ഇതുപോലെ തന്നെ ഗൗരവമുള്ള കാര്യമാണ്. എന്താണ്? ഗീബത്ത് പറഞ്ഞവനെ പറയപ്പെട്ടയാളുടെ മാംസം തീറ്റുമെന്നും അട്ടഹസിച്ചും അറപ്പോടെയും അവനത് തിന്നേണ്ടി വരുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നു. എന്താ പറയുന്നത്? ഗീബത്ത് പറഞ്ഞവനെ പറയപ്പെട്ടയാളുടെ മാംസം, ആരെക്കുറിച്ചാണോ പറഞ്ഞതെങ്കിൽ അയാളുടെ മാംസം തീറ്റുമെന്നും അട്ടഹസിച്ചും ആർത്തട്ടഹസിച്ചും അറപ്പോടുകൂടിയും അവനത് തിന്നേണ്ടി വരും. തിന്നാൻ ഒരിക്കലും ഇഷ്ടമില്ലാതെ അറപ്പോടുകൂടി അത് അവൻ തിന്നേണ്ടി വരുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്യുന്നു. അത്രക്കും ഗൗരവമുണ്ട് ആഖിറത്തിൽ അതിൻ്റെ ശിക്ഷയും. പറയും പോലെ അത് കേട്ടിരിക്കലും കുറ്റകരമാണ്. ഗീബത്ത് പറയൽ മാത്രമല്ല, ആരെങ്കിലും പറയുന്നത് അത് കേട്ടിരിക്കുന്നത് കുറ്റകരമാണ്. അയൽപ്പക്കത്തുള്ള ആളുകൾ ഇടവലക്കാർ നമ്മോട് ഗീബത്ത് പറയുന്നുണ്ട് മറ്റുള്ള ആളുകളെ കുറിച്ച്, എങ്കിൽ നമ്മളത് കേട്ടിരിക്കാൻ പാടില്ല. ഗീബത്ത് പറയുമ്പോൾ ഇത് ഗീബത്താണ്, അതുകൊണ്ട് ഇത് കേട്ടിരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടുന്ന് പോരുകയാണ് വേണ്ടത്. അവിടുന്ന് ആ സ്ഥലത്തിൽ നിന്ന് മാറിപ്പോവുകയാണ് വേണ്ടത്. അത് കേട്ടിരിക്കുന്നതും കുറ്റകരമാണ്. പറയുന്ന ആൾക്ക് ശിക്ഷ ലഭിക്കുന്നത് പോലെ കേട്ടിരിക്കുന്നത് കുറ്റകരമായതിനാൽ കേട്ടിരിക്കുന്ന ആൾക്കും ശിക്ഷകൾ ലഭിക്കും. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു സൽക്കാരത്തിന് ക്ഷണിക്കപ്പെട്ടു. ചെന്ന് നോക്കുമ്പോൾ സദസ്യർ ഒരാളെ ഗീബത്ത് പറയുകയാണ്. ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ സൽക്കാരത്തിൽ വന്ന ആളുകൾ ഒരാളെക്കുറിച്ച് ഗീബത്ത് പറയുകയാണ്. ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയുകയാണ്. ഇതോടെ ഈ സദസ്സിൽ പങ്കെടുത്താൽ ഞാനും ഗീബത്ത് പറഞ്ഞവനായി പോകും എന്ന് പറഞ്ഞ് ആ മഹാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്താ പറഞ്ഞത്? ഇതോടെ ഈ സദസ്സിൽ പങ്കെടുത്താൽ ഞാനും ഗീബത്ത് പറഞ്ഞവനായി പോകും എന്ന് പറഞ്ഞ് ആ മഹാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഈ സദസ്സിൽ പങ്കെടുത്താൽ ഈ ഗീബത്ത് പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മെഹ്റാജിൻ്റെ രാത്രിയിൽ നരകത്തിലെ പല ശിക്ഷകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിൽ കണ്ടു. നബി തങ്ങൾ ഇസ്രാ മെഹ്റാജ് നടത്തിയ രാത്രിയിൽ പല ശിക്ഷകളും നബി തങ്ങൾ നേരിൽ കണ്ടു. ഒരു കൂട്ടർ ചെമ്പിൻ്റെ നഖങ്ങൾ കൊണ്ട് അവരുടെ നെഞ്ചും മുഖവും മാന്തിപ്പറിക്കുന്നു. നബി തങ്ങൾ കണ്ടതാണ്. ഒരു കൂട്ടർ ചെമ്പിൻ്റെ നഖങ്ങൾ കൊണ്ട് അവരുടെ നെഞ്ചും മുഖവും മാന്തിപ്പറിക്കുന്നു. ഇവരാരെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ ജനങ്ങളുടെ മാംസം തിന്നുകയും അവരുടെ അഭിമാനത്തിനു മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നവരാണെന്നായിരുന്നു ജിബ്രീലിൻ്റെ മറുപടി. നിബിതങ്ങൾ ജിബ്രീലിനോട് ഇവരാരാണെന്ന് ചോദിച്ചപ്പോൾ അവർ ജനങ്ങളുടെ മാംസം തിന്നുകയും അവരുടെ അഭിമാനത്തിന് മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞത്. അതായത് ഗീബത്ത് പറഞ്ഞ ആളുകളാണ്. ഖബറിലും ഗീബത്തിൻ്റെ പേരിൽ ശിക്ഷയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖബറിനകത്തും ഗീബത്ത് പറഞ്ഞ ആൾക്ക് ശിക്ഷയുണ്ട്. ആഖിറത്തിൽ നരകത്തിലും ശിക്ഷയുണ്ട്, ഖബറിനകത്തും ശിക്ഷയുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇത്രയുമാണ് ഈ പാഠമുള്ളത്. ഇനി ഇതിന് ശേഷമുള്ള വർക്ക് നോക്കാം. ഉത്തരമെഴുതാം. ഗീബത്ത് എന്നാൽ എന്ത്? ഒന്നാമത്തെ ചോദ്യം, ഗീബത്ത് എന്നാൽ എന്ത്? ഒന്ന്, സത്യവിശ്വാസികളെക്കുറിച്ച് അവരിഷ്ടപ്പെടാത്തത് പറയലാണ് ഗീബത്ത്. എന്താ ഗീബത്ത് എന്ന് പറഞ്ഞാൽ? സത്യവിശ്വാസികളെക്കുറിച്ച് അവരിഷ്ടപ്പെടാത്തത് പറയലാണ്, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയലാണ്. രണ്ട്, ഗീബത്തിനെ കുറിച്ച് അള്ളാഹു എന്തു പറയുന്നു? ഗീബത്തിനെ കുറിച്ച്
അള്ളാഹു എന്തു പറയുന്നു? 2, ഒരു മുസ്ലിം സഹോദരനെ ഗീബത്ത് പറയൽ മരിച്ച ശേഷം അയാളുടെ ശവം തിന്നുന്നതിന് തുല്യമാണെന്നാണ് അള്ളാഹു പറയുന്നത്. എന്താ വായിച്ചേ? ഒരു മുസ്ലിം സഹോദരനെ ഗീബത്ത് പറയൽ മരിച്ച ശേഷം അയാളുടെ ശവം തിന്നുന്നതിന് തുല്യമാണെന്നാണ് അള്ളാഹു പറയുന്നത്. 3, ഗീബത്തിനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത ശിക്ഷ എന്ത്? ഗീബത്ത് പറഞ്ഞ ആൾക്ക് നബി തങ്ങൾ താക്കീത് നൽകുന്ന ശിക്ഷ എന്താ? ഗീബത്ത് പറഞ്ഞവനെ, ഉത്തരം നോക്കൂ, ഗീബത്ത് പറഞ്ഞവനെ പറയപ്പെട്ടയാളുടെ മാംസം തീറ്റുമെന്നും അട്ടഹസിച്ചും അറപ്പോടെയും അവൻ അത് തിന്നേണ്ടി വരുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നു. അട്ടഹസിച്ചും അറപ്പോടെയും അത് തിന്നേണ്ടി വരുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഉത്തരം. 4, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു സൽക്കാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്തുകൊണ്ട്? സദസ്യർ ഒരാളെ ഗീബത്ത് പറഞ്ഞത് കാരണമായി ഈ സദസ്സിൽ പങ്കെടുത്താൽ ഞാനും ഗീബത്ത് പറഞ്ഞവനായി പോകും എന്ന് പറഞ്ഞ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു സൽക്കാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. 5, ഗീബത്ത് പറയുന്നവർക്ക് മിഅ്റാജിൻ്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട ശിക്ഷ എന്ത്? ഗീബത്ത് പറയുന്നവർക്ക് മിഅ്റാജിൻ്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട ശിക്ഷ എന്ത്? 5 എന്താ ഉത്തരം? ഒരു കൂട്ടർ ചെമ്പിൻ്റെ നഖങ്ങൾ കൊണ്ട് അവരുടെ നെഞ്ചും മുഖവും മാന്തിപ്പറിക്കുന്നു. ഒരു കൂട്ടർ ചെമ്പിൻ്റെ നഖങ്ങൾ കൊണ്ട് അവരുടെ നെഞ്ചും മുഖവും മാന്തിപ്പറിക്കുന്നു. ഇതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രിയിൽ കണ്ട ശിക്ഷ. ഇത്രയുമാണ് ഉത്തരം എഴുതാനുള്ളത്. ഇനി ഓർമ്മിക്കാം. എന്തൊക്കെയാണ് ഓർമ്മിക്കാനുള്ളത്? ഗീബത്ത് മഹാപാപമാണ്. ഗീബത്ത് മഹാപാപമാണ്. ഒരു സത്യവിശ്വാസിയെ അയാൾക്കിഷ്ടമില്ലാത്ത കാര്യം പറയൽ മഹാപാപമാണ്. 2, ഉള്ളത് പറഞ്ഞാലും ഗീബത്ത് തന്നെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഓർക്കേണ്ട കാര്യമാണ്. ഉള്ള കാര്യമാണെങ്കിലും വേണ്ടാത്തത് ചെയ്ത ആളെപ്പറ്റി അയാൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും അതും ഗീബത്ത് തന്നെയാണ്, പറയാൻ പാടില്ല. 3, ഗീബത്ത് കേട്ടിരിക്കലും കുറ്റകരമാണ്. ഗീബത്ത് കേട്ടിരിക്കലും കുറ്റകരമാണ്. ഒരാൾ ഗീബത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അത് നമ്മൾ കേട്ടിരിക്കലും കുറ്റകരമാണ്. 4, ഗീബത്തിൻ്റെ പേരിൽ ഖബറിലും ശിക്ഷിക്കപ്പെടും. ഗീബത്ത് പറഞ്ഞാൽ നരകത്തിൽ ശിക്ഷയുണ്ട്, അതിനു മുമ്പേ ഖബറിലും ശിക്ഷയുണ്ട്. അതും നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരിക്കലും ഗീബത്ത് നമ്മൾ പറയാൻ പാടില്ല. ഇത്രയുമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ പാഠം ആവർത്തിച്ച് വായിക്കുകയും ഈ വർക്കുകളൊക്കെയും ചെയ്യുകയും കൂടുതൽ ആവർത്തിച്ച് നമ്മൾ വായിച്ച് പഠിക്കുകയും വേണം കേട്ടോ. അതോടൊപ്പം നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ എഴുത്ത് ആദ്യം മുതലേ ശരിയായി വരണം. അതുകൊണ്ട് എല്ലാ ദിവസവും 5 വരിയെങ്കിലും നിങ്ങൾ കാണാതെ എഴുതണം. അക്ഷരങ്ങൾ തെറ്റാതെ കൃത്യമായി 5 വരിയെങ്കിലും നമ്മൾ കാണാതെ എഴുതണം അറബ് മലയാളത്തിൽ. എങ്കിലേ നമുക്ക് എഴുത്തു പരീക്ഷയിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഉത്തരമൊക്കെ അറിയാം, പക്ഷേ നമ്മുടെ എഴുത്ത് ക്ലിയർ ആവുകയില്ല. എഴുത്ത് ക്ലിയർ ആവാഞ്ഞാൽ ഉസ്താദുമാർ നമുക്ക് മാർക്ക് തരുകയില്ല. അതുകൊണ്ട് എല്ലാവരും എഴുത്ത് ക്ലിയർ ആവാൻ വേണ്ടി എല്ലാ ദിവസവും 5 വരിയെങ്കിലും നമ്മൾ കൃത്യമായി തെറ്റുകൂടാതെ എഴുതാൻ ശ്രദ്ധിക്കണം കേട്ടോ. ശരി, ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.